തിരുവനന്തപുരം മേയർ ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു പിടിയും കിട്ടാത്ത രീതിയിലാണ് ചാനലുകളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതേസമയം കൊച്ചി മേയറെ പ്രഖ്യാപിച്ചു, ചത്ത വീട് പോലെയായി കൊച്ചി കോർപ്പറേഷൻ. അവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ 16 അടിയന്തരം എന്നൊക്കെ പറഞ്ഞുള്ള ട്രോളുകൾ വന്നു തുടങ്ങി, ആൾറെഡി വന്നു കഴിഞ്ഞു. എന്തായാലും അവർ ചത്ത വീട് അത് അങ്ങനെ ആക്കിയില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേര് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാവുന്നത് എങ്ങനെ? അത് അവർ അടിച്ചേ പിരിയുള്ളൂ. അടിയും പിരിയും, അടിക്കും പിരിക്കും, പിരിയും. അത് അതിൻ്റെ ഒരു പാർട്ടിയുടെ ഒരു ഘടന തന്നെ അങ്ങനെയാണ്. കൊച്ചിയിൽ അല്ലെങ്കിൽ എന്ത് മാന്യമായിട്ട് സ്ത്രീകളെ കരയിക്കാതെ ഒരു സ്ത്രീയെ നിശ്ചയിക്കാൻ എന്തൊരു സങ്കടകരമാണെന്ന് പറയാം. പുരുഷന്മാരെല്ലാം കൂടെ ഇരുന്ന് ചെയ്തത് ചതി പോട്ടെ. അത് ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ നമ്മളെന്തിനാ വല്ലവരും ആഭ്യന്തര കാര്യത്തിൽ പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്തോന്ന് കാര്യം? അല്ലെങ്കിൽ കൊച്ചിയിൽ കോർപ്പറേഷൻ ആക്കിയതിൽ ജനങ്ങൾക്ക് എന്ത് കാര്യം? ഞങ്ങൾ ജയിപ്പിച്ചില്ല, ഇനി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യും. നിങ്ങൾ വോട്ട് ചെയ്താൽ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിയോളും. തിരുവനന്തപുരത്തേക്ക് പോകാൻ നമുക്ക്. അങ്ങനെ തിരുവനന്തപുരത്ത് വരുമ്പോൾ മേയർ ആരാ? ചന്ദ്രശേഖരൻ മനസ്സുറക്കുന്നില്ല, രാജീവ് ചന്ദ്രശേഖർ മനസ്സുറക്കുന്നില്ല, അവരുടെ ആഫീസിലുള്ളവർ മനസ്സുറക്കുന്നില്ല. എന്നാലും ശ്രീലേഖ IPSൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നു. VV രാജേഷിനെ ഒരേ സമയം തന്നെ അവർ പറയുന്നു. VV രാജേഷ് വരുമെന്നും പറയുന്നു, VV രാജേഷിന് ചില കുഴപ്പങ്ങളുണ്ടെന്നും പറയുന്നു. കരമന അജിത്തിൻ്റെ പേര് പറയുന്നു. അദ്ദേഹം 2 കാര്യങ്ങളിൽ ഗോളടിച്ചു. ഒന്ന്, അവിടെ ഈ കോർപ്പറേഷൻ ചെന്നപ്പോൾ അതിൻ്റെ വാതിലിൽ മുട്ടുകുത്തി നിന്ന് തല താഴെ തട്ടി സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ടാണ് കയറിയത്. അതിന് മേയർ സ്ഥാനത്തേക്കുള്ളൊരു പോക്കാണോ എന്നറിയില്ല. ജനകീയനാണ്, 3 പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. കരമന അജിത്ത് സംസ്കൃതത്തിലാണ് ശ്ലോകം ചൊല്ലിയത്, ഈ പ്രസത്തെ പ്രജ്ഞ. കുറച്ചങ്ങോട്ട് പാപ്പനംകോട് ഗോപൻ എന്നാൽ പാപ്പനംകോട് ഗോപന് എതിരല്ലെന്നുള്ളതല്ല, അവിടെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഝാൻസി റാണി എവിടെയുണ്ട്, ആശാനാഥ്. എന്നാൽ ആശാനാഥ് അങ്ങനെ വിളയണ്ട, ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് സിമി ജ്യോതിഷ്, കുറച്ചുകൂടെ സീനിയറായിട്ടുള്ള സിമി ജ്യോതിഷ് ഉണ്ട്. സിമി ജ്യോതിഷ് കഴിഞ്ഞ പ്രാവശ്യം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഇരുന്ന ആളാണ്. അവർക്ക് ധനകാര്യം നന്നായി മോഷ്ടിച്ചുകൊണ്ട് പോകാതെ കൈകാര്യം ചെയ്യാൻ അറിയാം. അപ്പോൾ ഇനി സിമി ജ്യോതിഷാവുമോ? എവിടെ? മേയറോ ഡെപ്യൂട്ടി മേയറോ? അപ്പോഴാണ് സംഘപരിവാറുകാർ പറയുന്നത്, അങ്ങനെ നിങ്ങൾ ആരും ആകട്ടെ, നമുക്കവിടെ ഗിരിയെ നമ്മൾ ജയിപ്പിച്ചിട്ടുണ്ട്, BG ഗിരി ആവട്ടെ. അപ്പോഴാണ് യുവമോർച്ച രംഗത്തെന്ന് പറയുന്നത്, നിങ്ങളെല്ലാവരും വെറുതെ ഇരിക്കും, നന്ദഭാർഗവ ആകട്ടെ. അങ്ങനെ ഓരോ തലത്തിൽ നിന്നും വിവിധ തലത്തിലുള്ള തള്ളു വരുമ്പോൾ അവസാനത്തെ തള്ളിൽ ആരാണ് അപ്പുറത്ത് പുട്ടുകുറ്റി തള്ളും പോലെ പുട്ട് വന്ന് വീഴുമ്പോൾ അവസാനം അപ്പുറത്ത് ആര് വീഴും? ഒന്നുകിൽ ശ്രീലേഖ അല്ലെങ്കിൽ രാജേഷ് ആണോ, അതോ വേറെ ആരെങ്കിലും ആണോ എന്നുള്ളത് മോഡി. നമ്മൾ ചില പരീക്ഷയ്ക്കൊക്കെ ചില ഈ കുലിക്കുത്ത് പരിപാടിയിലൊക്കെ അവസാനം ഈ റിസൾട്ട് കയ്യിൽ കൊടുത്തേക്കും, പക്ഷേ ലാസ്റ്റിൽ പൊട്ടിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കണം. താഴെ വെച്ചാൽ കൂടെ ഉള്ളവർ അടിച്ചു മാറ്റി വെളിയിൽ കൊടുക്കും, ചാനലുകൾ കൊടുക്കും. അതുകൊണ്ട് ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ജുബയ്ക്കകത്തോ പേഴ്സിനകത്തോ ആണ് ആ പേരിരിക്കുന്നത്. പേഴ്സ് 2-3 ദിവസത്തേക്ക് താഴെ വയ്ക്കത്തുമില്ല. ആ വളരെ സുരക്ഷിതമായിട്ട് ലോക്കറിൽ വെച്ചേക്കുമ്പോൾ ആ പേര് വെച്ചിരിക്കുകയാണ്. അത് വീട്ടിൽ വയ്ക്കാൻ പോലും പേടിയാണ്, ഭാര്യ വരെ പേടിയാണ്. വീട്ടിൽ കൊണ്ടുവച്ചാൽ ഭാര്യ എടുത്തും കളഞ്ഞാലോ. അതുപോലെ പോക്കറ്റിൽ പേഴ്സിനകത്ത് വളരെ സൂക്ഷിച്ച് വച്ചിരിക്കുകയാണ് ആ പേര്. അതെടുക്കും 26-ാം തീയതി രാവിലെ മിക്കവാറും പുറത്തെടുക്കും.